പീക്ക് മോട്ടിവേഷൻ സാധനം. ബൈസൺ സിനിമയിലെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. പാട്ടെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. അതെ, ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ടും എല്ലാം സൂപ്പർ, വിഷ്വലും എല്ലാം അടിപൊളി. അപ്പോഴാണ് പെട്ടെന്ന് ഓൾറെഡി നമ്മുടെ ദീപാവലിയുടെ അന്ന് 17-ാം തീയതി ആണ് പടം റിലീസ് ആവാനിരിക്കണേ. അന്ന് തന്നെ ഡൂഡും ഡീസലും ഫസ്റ്റ് ബൈസനായിരിക്കും പോവുക. ബൈസനായിരിക്കും. നല്ല ശരിക്കും നല്ല ക്ലാഷാണ് ശരിക്കും വന്നത്. ശരിക്കും പറഞ്ഞാൽ ദീപാവലിക്ക് തമിഴ്നാട്ടിലെ ആൾക്കാർ കൂടുതലും കുറച്ച് ഡിസപ്പോയിന്റഡാ. കാരണം പണ്ടത്തെ പോലെ സൂപ്പർ സ്റ്റാർസിന്റെ ക്ലാഷ് ഇല്ലാന്ന് ഇല്ല. പക്ഷെ ആക്ച്വലി കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ നല്ലൊരു ക്ലാഷാ. കാരണം ഒരു പക്ക എന്താ പറയാ, ബൈസൺ ഇപ്പൊ എന്താ ഒരു ജോണറായിട്ട് പറയാം. മാസ് ഉണ്ടാവാം, അതിനകത്ത് നല്ല മെസ്സേജ് ഉണ്ടാവും, പക്ക സിനിമാറ്റിക് ആയിരിക്കും. അതുപോലെ അപ്പർ സൈഡ് ചൂടാണെങ്കിൽ പക്ക എന്റർടൈനർ ആയിരിക്കും. എല്ലാം മിക്സ് ആണ്. ഡീസലും ഉണ്ട്. നല്ലൊരു ക്ലാഷ് തന്നെ ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞങ്ങൾ സിനിമയ്ക്ക്. അപ്പോഴാണ് എന്റെ ട്രെയിലർ റിലീസായ. ട്രെയിലർ കണ്ടിട്ട് നമുക്ക് പറയാം. പാരഞ്ജിത്തും കൂടി പ്രൊഡ്യൂസ് ചെയ്യണം. ഫ്രെയിമൊക്കെ വേറെ ലെവലാണല്ലേ. ഇതിലെ പാടാണ് അനിമല്. മനസ്സിലുണ്ട് എല്ലാത്തിലും അനിമല് കാണും. വിലയൊക്കെ ഉണ്ടല്ലോ. ഒരു സ്പോർട്സ് സിനിമ ശരിക്കും ബേസ് ചെയ്താണ്. ഓ, ഓക്കെ ഓക്കെ. கபடின்னா உனக்கு அவ்வளோ பிடிக்குமா என்ன? நம்ம ஊரில் பிறந்துட்டு கபடி பிடிக்காம வேணாது இருப்பானா? விக்ரம். நான் அதே கபடி தான் கடைசியாக என் பிள்ளை எங்கே கொண்டு போய் நிறுத்தணும்னு தெரியும். நம்ம ஊர் காட்டில் இருக்கிற சின்ன சின்ன மாதிரி உங்களுக்கு தெரியுமோ தெரியாது, எனக்கு தெரியும். അമീറുണ്ട്. ഭയങ്കര ഒറിജിനാലിറ്റി ഫ്രെയിമുകളാണല്ലേ. இந்த மாதிரியான ஊர்ல எங்களை மாதிரி ஆளுங்க புதிய தூக்கி முன்னாடி வைக்காம கத்திய தூக்கி முன்னாடி வச்சா குத்தி கிழிச்சு. ടൂവിന്റെ സഹോദരിയും അനുപമ. இதுக்குதான்ல உனக்கு கபடியை வேணா ஒரு மண்ணு வேணான்னு தலைபாடா அடிச்சுக்கிட்டேன். வந்த வழியில வம்பு விலை கொடுத்து வாங்கிட்டியாடா. சத்தியம் பண்ணல, கபடி மயிரின் கடந்து அலைய மாட்டேன்னு சத்தியம் பண்ணு. சத்தியம் பண்ணு. ഓ, നൈസ് കട്ട്. മ്യൂസിക് രക്ഷയില്ല. ഞാൻ പറയാൻ വരാറുള്ളത്. ലാല് സീനാന്ന് തോന്നണം. பத்தாதுடா, இது பத்தாது. உன் கையை உடைச்சாலும் சரி, காலை உடைச்சாலும் சரி, நீ ஓடிக்கிட்டே இரு. மேல மேல போகணும், அந்த டாப்புக்கு போகணும், உச்சத்துக்கு போகணும். அப்பதான் நாமெல்லாம் இங்க ஒரு ஆளாவே தெரியும். டேய், நீ கிளம்புடா. പീക്ക് മോട്ടിവേഷൻ സാധനം തോന്നണം. വിചാരിച്ച പോലെ തന്നെ ഒരു പീക്കായിട്ടായിരിക്കും. ഉറപ്പാത് പുള്ളിയുടെ സ്ഥിരം ഉള്ളൊരു മെസ്സേജ് തന്നെയാണ്. സംഭവം കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അത് രണ്ട് ഡിഫറെന്റ് ക്ലാസ്സുകൾ തമ്മിൽ, കാസ്റ്റുകൾ തമ്മിലുള്ള ഒരു സംഭവമാണ് തന്നെ. പക്ഷെ മാനസൽവാന്റെ ഒരു രീതി ഉണ്ട്, ഒരു ഫിലിം മേക്കിംഗ് രീതി ഉണ്ട്. അതിലാണ് പുള്ളി എപ്പോഴും ടോപ്പ് ആവണം. അത് ഇതിനകത്തും എന്തായാലും ഉണ്ടാവും ഉറപ്പാട്ടോ. ഓരോ ഷോട്ട് ബൈ ഷോട്ട് നോക്കിയാലും ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് തന്നെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഇതിന് ശരിക്കും ഒരുപാട്
കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഭയങ്കര ഹാർഡ് വർക്ക് ഉണ്ട്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ ഇതിൽ നമുക്ക് എന്താ സംഭവം എന്നുള്ള സ്പോർട്സ് ഏതാണ് എന്നുള്ള സംഭവം കിട്ടി. അപ്പൊ ഒരാൾ കമന്റ് ചെയ്തായിരുന്നു അത് പക്ക എന്താണ് സംഭവം എന്ന് മനസ്സിലാവുണ്ട്. ജോണ്ടർ എന്താ കറക്റ്റ് മനസ്സിലാവുണ്ട്. ഒരു പക്ക മോട്ടിവേഷണൽ സ്പോർട്സ് മൂവി വിത്തിൻ ദ എന്താ തമിഴ്നാടു ഭയങ്കര ഇൻഡോർ ആയിട്ട് അവിടെ കൾച്ചറൊക്കെ ബേസ് ചെയ്ത് ഭയങ്കരമായിട്ട് കാണിക്കാനാണ്. അതെ, അപ്പൊ അത് മാരി സെൽവരാജിന്റെ ഇതിലുള്ളതാണ്, രീതിയിലുള്ള ശരിക്കും തമിഴ്നാടിന്റെ ഒരു ഉൾനാടിലുള്ള സാധനത്തിനെ പുള്ളി ഭയങ്കരമായിട്ട് ഏതെങ്കിലും ഒരു സീൻ കണ്ടാൽ തന്നെ മനസ്സിലാവും മാരി സെൽവന്റെ പടം അങ്ങനെയാണ് എടുത്തു വെച്ചത്. പിന്നെ പുള്ളി എങ്ങനെ വന്നാലും പുള്ളിയുടെ എല്ലാ പടത്തിലും ഒരു മലയാളി ക്യാരക്ടർ അനുഭവമുണ്ട്. ലാസ്റ്റ് പടത്തിൽ നിഖിലേക്കാണ് ഒരു വാഴയും, അപ്പൊ പിന്നെ ഫഫ എല്ലാം കൊണ്ടും പുള്ളി ഒരു മലയാളത്തിൽ പുള്ളി ഭയങ്കരമായിട്ടേ എല്ലാം സ്റ്റഡി ചെയ്ത് ഭയങ്കരമായിട്ട് എടുക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവം വന്നത്. എന്തായാലും സാധനം പോയി കാണണം. അതെ, എന്തായാലും 17th ദീപാവലിക്ക് ഇത് പൊരിക്കുന്നു. പൊളിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ഞങ്ങളും പൊളിക്കും. ഞങ്ങള് റിവ്യൂ ആയിട്ട് എന്തായാലും വരും. എടുക്കുന്ന സാധനം മസ്റ്റ് വാച്ച്. ഈ ട്രെയിലർ കണ്ടാൽ തന്നെ ഓണം. എല്ലാവരും കാണാം. അതെ, ഓക്കെ, ബൈ.